നമസ്കാരം. മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന് പോലും ശബരിമലയിൽ പ്രവേശനമില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത്. തെറ്റിദ്ധരിക്കേണ്ട, മോഹൻലാലിൻ്റെ പുതിയ സിനിമയായ അതിമനോഹരം എന്ന സിനിമ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ശബരിമല സന്നിധാനത്തിലുമെല്ലാം അനുമതി ചോദിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിനെ ആദ്യം സമീപിച്ചിരുന്നെങ്കിലും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടെങ്കിലേ സാധിക്കൂ എന്ന് പറഞ്ഞ് ഫിലിം നിർമ്മാതാക്കളെ മടക്കി അയക്കുകയായിരുന്നു. പിന്നീട് അവർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും മോഹൻലാൽ പടമായ അതിമനോഹരം എന്ന സിനിമയ്ക്ക് ഒരു കാരണവശാലും ശബരിമലയിലും സന്നിധാനത്തിലും ചിത്രീകരണാനുമതി നൽകില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമായ ശബരിമല സന്നിധാനവും ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അതീവ സുരക്ഷാ മേഖലയായ ഇവിടെ ഒരു കാരണവശാലും ചലച്ചിത്ര ചിത്രീകരണത്തിന് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം അനുസരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മോഹൻലാൽ ചിത്രത്തിന് ശബരിമലയിലും സന്നിധാനത്തുമെല്ലാം ചിത്രീകരണ അനുമതി നിഷേധിച്ചത്. എന്നാൽ പമ്പയിലും കോന്നി തുടങ്ങിയുള്ള കാടുകളിൽ മോഹൻലാൽ സിനിമ ചിത്രീകരിക്കുന്നതിന് തടസ്സമില്ല എന്നുകൂടി ഹൈക്കോടതി അറിയിച്ചു. പമ്പ വരെ വേണമെന്നുണ്ടെങ്കിൽ ചിത്രീകരണം അനുവദിക്കാം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ശബരിമല ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമായതിനാൽ മാത്രമല്ല, ശബരിമല സന്നിധാനവും ശബരിമല ക്ഷേത്രവുമെല്ലാം അതീവ സുരക്ഷാ മേഖലയായതിൻ്റെ പേരിൽ ഒരു കാരണവശാലും അവിടെ ചലച്ചിത്ര നിർമ്മിതിക്ക് വേണ്ടി അല്ലെങ്കിൽ ചലച്ചിത്ര ചിത്രീകരണത്തിന് വേണ്ടി കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് സ്വാമി അയ്യപ്പൻ എന്ന ഒരു സിനിമ ശബരിമലയിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ശബരിമലയിലെയും പമ്പയിലെയുമെല്ലാം ആചാരാനുഷ്ഠാനങ്ങളും അവിടുത്തെ പ്രകൃതി രമണീയമായ ആ ഭംഗിയുമെല്ലാം ചിത്രീകരിച്ചുകൊണ്ട് തന്നെയാണ് സ്വാമി അയ്യപ്പൻ പുറത്തിറങ്ങിയത്. യേശുദാസ് പാടിയ പ്രസിദ്ധമായ ഹരിവരാസനം എന്ന ഗാനം ഉൾപ്പെടെ നിരവധി മനോഹരങ്ങളായ ഗാനങ്ങളും ഈ സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിലുണ്ടായിരുന്നു. വയലാറും ശ്രീകുമാരൻ തമ്പിയുമെല്ലാം എഴുതിയ ഗാനങ്ങൾക്ക് ദേവരാജൻ മാസ്റ്ററാണ് ഈണം നൽകിയത്. സുബ്രഹ്മണ്യം സ്വാമി നീലായുടെ ബാനറിൽ നിർമ്മിച്ച ഈ പടം വലിയ പ്രദർശന വിജയം കൈവരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിനുശേഷവും ഈ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ മാളികപ്പുറം എന്നൊരു സിനിമ ചിത്രീകരിക്കുകയുണ്ടായി. കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഈ മാളികപ്പുറത്തെയും പമ്പയിലെയും എല്ലാം ഭാഗങ്ങൾ മാളികപ്പുറം എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിച്ചത്. അതിനും വലിയ വിലക്കുകൾ ഉണ്ടായിരുന്നില്ല. എന്നാലും സന്നിധാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിത്രീകരണം നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്തു തന്നെയായാലും സ്വാമി അയ്യപ്പന് ശേഷം അല്ലെങ്കിൽ മാളികപ്പുറം എന്ന ചിത്രത്തിനെല്ലാം ശേഷം ശബരിമലയിൽ പരിപാവനമായ സ്വാമിയുടെ പൂങ്കാവനവും സന്നിധാനവും ഇതുപോലെ സിനിമാക്കാർ കയറി ശബരിമലയുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള സംശയത്താലാകാം ഇപ്പോൾ ഒരു കാരണവശാലും ഹൈക്കോടതി മോഹൻലാൽ സിനിമയായ അതിമനോഹരത്തിന് ചിത്രീകരണാനുമതി നൽകിയിട്ടില്ല. മാത്രമല്ല, ശബരിമലയുടെ താന്ത്രിക വിധി പ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി 9 വയസ്സിന് മുകളിലുള്ളതും 50 വയസ്സിന് താഴെയുള്ളതുമായ സ്ത്രീകൾ ഒരു കാരണവശാലും ശബരിമല ദർശനം നടത്താൻ പാടില്ല എന്നുള്ള ഒരു താന്ത്രിക നിയമം കൂടി നിലനിൽക്കുന്നതിനാൽ ഈ സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ആരെങ്കിലും ചിത്രീകരണ സംഘത്തിലുണ്ടെങ്കിൽ ശബരിമലയുടെ പരിപാവനത നഷ്ടപ്പെടുത്തുവാൻ അത് കാരണം ആകുമെന്ന് കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്തായാലും തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാലിൻ്റെ അതിമനോഹരം എന്ന മലയാള ചലച്ചിത്രത്തിന് ശബരിമലയിൽ ചിത്രീകരണാനുമതി ഹൈക്കോടതി നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്നാൽ ശബരിമല സന്നിധാനത്തിലൊഴികെ പമ്പ വരെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിത്രീകരണവുമായി വരാം. ളാഹയിലും അതുപോലെ കോന്നിയിലും പത്തനംതിട്ടയിലുമെല്ലാം കാടുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ചിത്രീകരണം നടത്താമെന്ന് കൂടി പറഞ്ഞിരിക്കുന്നു. എന്തായാലും ശബരിമല സന്നിധാനവും ശബരിമല സന്നിധാനത്തോടനുബന്ധിച്ചുള്ള വനങ്ങളിലുമൊന്നും ഒരു കാരണവശാലും മോഹൻലാലിൻ്റെ അതിമനോഹരം എന്ന ചിത്രം ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ശബരിമലയിൽ ഒരു കാരണവശാലും ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമായ ശബരിമലയിൽ ചിത്രീകരണം അനുവദിക്കില്ല എന്ന് തന്നെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. മോഹൻലാൽ ചിത്രം ഇനി ചിത്രീകരണം മറ്റെവിടെയെങ്കിലും മാറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്താണ് ഈ കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.